ഓരോ പരിപാടി കഴിയുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? അപ്പോൾ ഈ വിഷയങ്ങളിലെല്ലാം കുട്ടികൾ നേടിയ കഴിവുകൾ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതാണ് എന്ത് പഠനോത്സവം. ഈ പഠനോത്സവം നമ്മുടെ 3ാം ക്ലാസ്, 2ാം ക്ലാസ്, 3ാം ക്ലാസ്, 4ാം ക്ലാസ്, 5ാം ക്ലാസ്സിലെ കുട്ടികൾ ഒരുപാട് പരിപാടികൾ നമ്മളിവിടെ അവതരിപ്പിക്കുന്നു ഓരോ വിഷയാടിസ്ഥാനത്തിൽ. അപ്പോൾ ഈ പരിപാടികളൊന്നും എന്താ ഒരു മത്സരമാണിത്, ഒരു മത്സരം. ഇത് നമ്മൾ ഇവിടെ നടത്തുന്ന പരിപാടികൾ എന്നൊരു മത്സരമായിട്ട് നടത്തുന്നതാ എല്ലാം. ഓരോ ക്ലാസ്സിലെ കുട്ടികൾ ഓരോ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ നേടിയ. എന്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഈ വേദിയിൽ വെച്ച് നടക്കുന്നത് നമ്മുടെ സ്കൂളിലെ ഈ വർഷത്തെ പഠനോത്സവമാണ്. എല്ലാ കുട്ടികളുടെയും പങ്കാളിത്തം ഇതിലുണ്ടാവണമെന്ന് ഞാൻ ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. 1 മുതൽ 5ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളുടെയും പഠന പ്രവർത്തനമാണ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. എന്റെ കർത്തവ്യം എന്നാൽ സ്വാഗതം ചെയ്യണമെന്നാണ്. ഞാൻ സ്വാഗതം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അധ്യക്ഷൻ സ്ഥാനം അലങ്കരിക്കാനായി അൻഹായ ശൈജേഷിനെ ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എന്റെ പ്രിയ കൂട്ടുകാരെ, രക്ഷിതാക്കളെ, 14ാം തീയതി നടത്തപ്പെടുന്ന പഠനോത്സവത്തിന് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. കുട്ടികളുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയായ ഈ ദിവസം ഞങ്ങൾ ഏറെ സന്തോഷത്തിലാണ്. നിങ്ങളുടെ ഏവരുടെയും പങ്കാളിത്തം ഞാൻ ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉദ്ഘാടനം ചെയ്യാനായി നിഷ്ണ KP അവറുകളെ ഞാൻ ഈ വേദിയിൽ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ടീച്ചർ, അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞ കൃഷ്ണ വൈദൂഷ്യ, പിന്നെ ഷൈജേഷ്, എൻ്റെ പ്രിയപ്പെട്ട കൊച്ചുകുട്ടികളെ, അധ്യാപകന്മാരെ, നമ്മുടെ ഇന്ന് ഈ വർഷത്തെ പഠനോത്സവവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഒത്തുചേരൽ നടക്കുന്നത്. Three, 4, 5, 6, 7, 8, 9, 10. ഇവിടെ എത്തിയ വാർഡ് മെമ്പർ നിഷ്ണ അവറുകൾ, അതുപോലെ തന്നെ നമ്മുടെ HM ജിഷ്മ CP, മറ്റു അധ്യാപകരെ, പ്രിയപ്പെട്ട കുട്ടികൾ, നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എന്തിനാണ്? സ്കൂളിലെ ഈ വർഷത്തെ പഠനോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ മുഴുവൻ ആളുകൾക്കും എന്റെ ആശംസകൾ അർപ്പിക്കുന്നു. പഠനോത്സവ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസ അർപ്പിക്കുന്നു. എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പരിപാടി വിജയകരമായി തീരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശന്നു വന്നവർ ദാഹിക്കുന്നവർ കലർന്നിറങ്ങി നാട്ടിൽ ദേശാടകരാം കിളികളൊരിക്കൽ വിരുന്നു വന്നു നാട്ടിൽ വിശന്നു വന്നവർ ദാഹിക്കുന്നവർ കലർന്നിറങ്ങി നാട്ടിൽ चम चम चमकी बिजली रानी
चम चम चमके बिजली रानी, उठी गगन में घटा सुहानी, बादल दानी वो चमाचम बरसो पानी। Hi, I am Ami. Hi, I am Ima.
है, नाटका का नाम है दो संदरे, नाटका का सब लोग आ जाओ। കേന്ദ്രത്തിലെ രൂപങ്ങൾ വരയ്ക്കാമെന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് പലതരം രൂപങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. പ്രധാനമായും 3 ആകൃതികളെ കുറിച്ച്. ഇവർ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാം. കേട്ടോ? വട്ടം, ചതുരം, ത്രികോണം. ഞാനാരാണെന്ന് അറിയാമോ? ഞാനാണ് വട്ടം. എന്റെ ആകൃതിയിലുള്ള പലതരം പലഹാരങ്ങൾ കഴിച്ചില്ലേ? ദോശ, പത്തിരി, ചപ്പാത്തി, വെള്ളപ്പം, കുറെ ബിസ്ക്കറ്റ്. പലഹാരങ്ങൾ മാത്രമല്ല, വട്ടത്തിലുള്ള ഒരുപാട് വസ്തുക്കൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. ഞാനാരാണെന്ന് അറിയാമോ? ഞാനാണ് ചതുരം. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പലതരം ബിസ്ക്കറ്റുകൾ എന്റെ ആകൃതിയിലാണ്. നിങ്ങൾ പിറന്നാളിന് വാങ്ങുന്ന കേക്കും ചതുരാകൃതിയിലുണ്ട്. ഓടി, ഇഷ്ടിക, TV എന്നിവയൊക്കെ ചതുരാകൃതിയിലുണ്ട്. ഞാൻ ആരാണെന്ന് അറിയാമോ? ഞാനാണ് ത്രികോണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേക്ക്, പീസ് കേക്ക് ഇവയൊക്കെ ത്രികോണാകൃതിയിലാണ്. എന്നാൽ നമുക്ക് രൂപങ്ങളെ കൂട്ടങ്ങളാക്കി നിർത്താം. है, नाटका का नाम है दो संदरे, नाटका का सब लोग आ जाओ। വരുന്നുണ്ടമ്മ ഞാൻ കരയായി പൂമനേ കരവാടി പുലികവും ചുണ്ടും ചുളിച്ചു നീ വിങ്ങി കരയായി പൂമനേ വരുന്നു ഞാൻ അരികത്തമ്പോടു വരുന്നുണ്ടമ്മ ഞാൻ കരയായി പൂമനേ കരൽവാടി പുലികവും ചുണ്ടും ചുളിച്ചു നീ വിങ്ങി കരയായി കോമനീ വരുന്നു ഞാൻ പനിനീർ ചെമ്പക ചെറുമുള്ളേറ്റു നിൻപുരുന്നു കൈവിരൽ മുറിഞ്ഞിതേ തനിയെ തൈമാവിൽ കയറി വീണോമൽ ചെറുകാൽ മുട്ടുകൾ ചതഞ്ഞിതേ പനിനീർ ചെമ്പക ചെറുമുള്ളേറ്റു നിൻ കുരുന്നു കൈവിരൽ മുറിഞ്ഞിതേ തനിയെ തൈമാവിൽ കയറി വീണോമൽ ചെറുകാൽ മുട്ടുകൾ ചതഞ്ഞിതേ മറിച്ചിട്ടിപ്പടം മുകളിൽ നിന്നയ്യോ മുറിച്ചിതേ പൊന്നിന്നിറുകയും പറഞ്ഞോക്കെ